So, hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഐഡിയൽ ബോസ് ഗ്യാസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. സോ ഐഡിയൽ ബോസ് ഗ്യാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഐഡിയൽ ബോസ് ഗ്യാസിൻ്റെ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസും അതിൻ്റെ തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോസൈൻസ് കണ്ടൻസേഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ലാസ്റ്റ് അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോസ് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഐഡിയൽ ബോസ് ഗ്യാസിൻ്റെ രണ്ട് എക്സാമ്പിൾസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ കേസും രണ്ടാമത്തത് ഫോനം ഗ്യാസിൻ്റെ ഒരു കേസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സൗണ്ട് റേഡിയേഷൻ്റെ കേസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ നമുക്ക് നോക്കാം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, സോ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നമുക്ക് അറിയാവുന്നതാണ് ആക്ച്വലി അല്ലേ. നമ്മൾ ഡിഗ്രിക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ബ്ലാക്ക് ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോഡി ഈസ് ആൻ ഐഡിയൽ ബോഡി വിച്ച് അബ്സോർബ്സ് ആൻഡ് എമിറ്റ് റേഡിയേഷൻസ് ഓഫ് എനി ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയുടെ റേഡിയേഷൻസ് വേണമെങ്കിൽ അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ ഏത് ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഐഡിയൽ ബോഡിയാണ് ബ്ലാക്ക് ബോഡി. ഓക്കെ, അതായത് സാധാരണ നമുക്കറിയാം ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യാനും മാത്രമാണ് ഒരു പെർട്ടിക്കുലർ ഒരു വസ്തുവിന് സാധിക്കുക. പക്ഷേ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേഞ്ചിലുള്ള ഫ്രീക്വൻസിനെ അബ്സോർബ് ചെയ്യാനും, കോൾഡ് ആണെങ്കിൽ ഹോട്ട് ആണെങ്കിൽ ഏത് റേഡിയേഷനിലുള്ള ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്യാനും പറ്റും ബ്ലാക്ക് ബോഡിക്ക് പറ്റും. ഓക്കെ, അതാണ് ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത. ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡി നമ്മളെ എന്താ പറയുക, ഒരു വസ്തു ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ബോഡിക്ക് വരുന്ന സണ്ണാണ്. ഓക്കെ, കുറെ ഫ്രീക്വൻസിനെ അബ്സോർബ് ചെയ്യാനും എല്ലാ റേഞ്ച് ഫ്രീക്വൻസിനെ എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോസസ്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയാൻ പറ്റാവുന്ന സാധനം എന്താണ്? സണ്ണാണ്. നമ്മൾ ലാബിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ലാബിലേക്ക് ഇതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മളൊരു സർക്കുലർ ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ചെറിയ ടൈനി ഗ്യാപ്പുള്ള ഒരു സർക്കുലർ ഒബ്ജക്റ്റ്, അതിനകത്ത് ഫുൾ മിറേഴ്സ് ആയിരിക്കും. എന്ത് ചെയ്യും, ഒരു ടൈനി റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും ഇതിനകത്തേക്ക് നമ്മൾ കടത്തി വിടും. സോ മിറർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും കിടന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് അത് ആ ക്യാവിറ്റിനകത്തുള്ള ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും അത് ഇരിക്കും. ഓക്കെ, ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും അത് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. കോൾഡ് ആകുമ്പോൾ എന്ത് ചെയ്യും ആ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ലാബിൽ നമ്മൾ ബ്ലാക്ക് ബോഡിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രൽ റേഡിയൻസും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും തമ്മിലുള്ള ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സ്പെക്ട്രൽ റേഡിയൻസും അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേവ് ലെങ്ത്തും തമ്മിലുള്ള ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സ്പെക്ട്രൽ റേഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഏത് റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഏത് റേഞ്ചിലുള്ള ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നത് കാണിക്കാനാണ് സ്പെക്ട്രൽ റേഡിയൻസ്. പിന്നെ വേവ് ലെങ്ത് തമ്മിൽ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത് റേഡിയേഷൻസ് മീൻസ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദി ടെമ്പറേച്ചറിനെ മാത്രമാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ടെമ്പറേച്ചർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, വേറൊരു ഫാക്ടർ എന്ത് ചെയ്യുന്നില്ല ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ ഗ്രാഫ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാവും ഇവിടെ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ ഇവിടെ വേവ് ലെങ്ത് ആണ്, എല്ലാ റേഞ്ച് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓൺലി ഡിഫറൻസ് ഈസ് 5000 കെൽവിനിൽ എത്തുന്ന ഗ്രാഫ് 4000 കെൽവിനിൽ എത്തുന്ന ഗ്രാഫ് 3000 കെൽവിനിൽ എത്തുന്ന ഗ്രാഫ് എന്താണ് ചെറിയ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഓരോ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം റേഡിയേഷൻസ്, ഇപ്പോൾ ഈ 5000 കെൽവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം റേഡിയേഷൻ വരുന്നത് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലാണ് അല്ലെങ്കിൽ ഈ ഒരു വേവ് ലെങ്ത് റേഞ്ചിലാണ് മാക്സിമം ഫ്രീക്വൻസി കിട്ടുന്നത്, മാക്സിമം റേഡിയേഷൻസ് നമുക്ക് കിട്ടുന്നത്. സോ അതിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ 4000 എത്തുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് മാക്സിമം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക. 3000 കെൽവിൻ എത്തുകയാണെങ്കിൽ ഈ റേഞ്ചിലാണ് മാക്സിമം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ ടെമ്പറേച്ചറിലും ഈ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത്, അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഏത് വേവ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് ആണ് കൂടുതൽ എമിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ദെൻ ദി ലാംഡ മാക്സ്, ഈ ഒരു പോയിന്റിലൊക്കെ ലാംഡ മാക്സ് കൊടുക്കുകയാണെങ്കിൽ ദെൻ ലാംഡ മാക്സ് ഇൻറ്റു ടി, ലാംഡ മാക്സും ടിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഓക്കെ, ഇതിനെയാണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയാം. അതൊക്കെ ഡിഗ്രിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറഞ്ഞത്. കാരണം ഓരോ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത് എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ആ മാക്സിമം വാല്യൂം ഈ ടെമ്പറേച്ചർ തമ്മിൽ റിലേഷൻ ആയിരിക്കും. സോ എന്തായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും.
അതാണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ബ്ലാക്ക് ബോഡിനെ പറ്റിയിട്ട് ഒരു ആകത്തൊക്കെ പറയാനുള്ളത്. നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോസ് ഗ്യാസിന്റെ അപ്രോച്ച് വെച്ചിട്ട്, ബോസിന്റെ തിയറി അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ബ്ലാക്ക് ബോഡിയുടെ ഇക്വേഷൻസും അതിന്റെ തെർമോഡൈനാമിക്സ് ഒക്കെ കിട്ടാം എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നമുക്ക് രണ്ട് അപ്രോച്ചസ് നമുക്ക് പഠിക്കാനുണ്ട്. ആക്ച്വലി രണ്ട് അപ്രോച്ചസ് ആണ് നമുക്ക് പഠിക്കുന്നത്, 2 അപ്രോച്ചസ്. ഓക്കെ, രണ്ട് അപ്രോച്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സിന്റെ അപ്രോച്ച്. പ്ലാങ്ക്സ് അപ്രോച്ച്. ഓക്കെ, പ്ലാങ്കിന്റെ അപ്രോച്ച് എന്ന് കഴിഞ്ഞാൽ ഈ കൺസിഡർ ദി സിസ്റ്റം ആസ് എ സിസ്റ്റം ഓഫ് ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ. ഒരു സിസ്റ്റം ഓഫ് ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ക്യാവിറ്റിയിലുള്ള വേവ്, ഈ ക്യാവിറ്റിയിലുള്ള റേഡിയേഷൻസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ബോഡിയുടെ തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള അപ്രോച്ചാണ്. സോ ഈ കൺസിഡേർഡ് എ സിസ്റ്റം ഓഫ് system of quantum harmonic oscillators. Quantum harmonic oscillators. Okay, a system of quantum harmonic oscillators ആയിട്ടാണ് ആര് കൺസിഡർ ചെയ്യുന്നത്, പ്ലാങ്ക് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബോസിന്റെ അപ്രോച്ച് ആണ്. ബോസിന്റെ അപ്രോച്ച്. ഓക്കെ, ബോസും ഐൻസ്റ്റൈനും ഏകദേശം സെയിം അപ്രോച്ച് തന്നെയാണ് നടത്തിയത്. ബോസിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ So ബോസിന്റെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ he considered the system as a system of identical particles. അതായത് നമ്മുടെ ക്യാവിറ്റിയുടെ അകത്ത്, അതായത് നമ്മൾ കൺസിഡർ ചെയ്ത ക്യാവിറ്റിയുടെ അകത്ത് എ സിസ്റ്റം ഓഫ് ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിസ്റ്റം ഓഫ് ഐഡന്റിക്കൽ indistinguishable photons. അതായത് നമ്മളെ ക്യാവിറ്റിയിനകത്ത് എ സിസ്റ്റം ഓഫ് ഐഡന്റിക്കൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോട്ടോൺസ് ആയിട്ടാണ്, അതായത് ബോസോൺസ് ആയിട്ട് എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ് ആര് ചെയ്തത്, ബോസ് ചെയ്തത്. ഓക്കെ, സോ ഈ രണ്ട് അപ്രോച്ച് വെച്ചിട്ട്, പ്ലാങ്ക്സിന്റെ അപ്രോച്ച് വെച്ചിട്ടും അതേപോലെ തന്നെ ബോസിന്റെ അപ്രോച്ചും വെച്ചിട്ടും നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ റേഡിയേഷൻസിന്റെ ഫോർമുല, എന്താ പറയാ, ഈ ബ്ലാക്ക് ബോഡിയുടെ ഫോർമുലാസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് അപ്രോച്ചാണുള്ളത്. ഒന്ന് പ്ലാങ്കിന്റെ അപ്രോച്ച് സിസ്റ്റം ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ആണ് കൺസിഡർ ചെയ്തത്. ബോസിന്റെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാവിറ്റിനകത്ത് സിസ്റ്റം ഓഫ് കളക്ഷൻ ഓഫ് ഐഡന്റിക്കൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആയിട്ടാണ്, ഫോട്ടോൺസിന്റെ കളക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ആദ്യം പ്ലാങ്കിന്റെ അപ്രോച്ച് നോക്കാം. ഓക്കെ, പ്ലാങ്ക്സ് അപ്രോച്ച്. ഓക്കെ, പ്ലാങ്കിന്റെ അപ്രോച്ച് നോക്കാം. സോ പ്ലാങ്കിന്റെ അപ്രോച്ച് പ്രകാരം ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. സോ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എനർജി ES പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി NS പ്ലസ് ഹാഫ് H ക്രോസ് ഒമേഗ അല്ലെ. N പ്ലസ് ഹാഫ് H ക്രോസ് ഒമേഗയാണ് എന്ത് വരില്ല, ഹാർമോണിക് ഓസിലേറ്ററിന് എനർജി വരില്ല. അവിടെ NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം നമ്പർ ആണ്. NS ക്യാൻ ബി 0, 1, 2 എക്സെട്ര, ഇങ്ങനെ വേണമെങ്കിൽ എന്ത് വരാം, NSന്റെ വാല്യൂ വരാം. ഓക്കെ, നൗ നമുക്ക് തെർമോഡൈനാമിക്സ് കിട്ടണമെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് ആവശ്യമാണ്. സോ Q1 ഓഫ് ബീറ്റ കണ്ടുപിടിക്കാം, സിംഗിൾ പാർട്ടിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. സോ ഈ ES കിട്ടാനുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്, എന്തായിരുന്നു, e raised to minus beta ES divided by summation over n e raised to minus beta ES. Okay, now ES പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ്പോണൻഷ്യൽ അല്ല, ഇത് പ്രോബബിലിറ്റി ആണല്ലേ, സോറി പാർട്ടീഷൻ ഫംഗ്ഷൻ വരുമ്പോൾ താഴത്തെ മാത്രമേ വരുള്ളൂ. പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ഓഫ് ബീറ്റ വിൽ ബി equal to summation over NS exponential minus beta ES വരും. ഓക്കെ, which is summation over NS exponential minus beta ES പറഞ്ഞു കഴിഞ്ഞാൽ NS plus half H cross omega. NS plus half H cross omega വരും.
Okay. Okay, ns plus half h cross omega വരും. ns plus half h cross omega വരും. Okay. Now നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ns ന് ഓരോ വാല്യൂസ് എടുക്കാം. ns ന് വാല്യൂ പറഞ്ഞാൽ 0 1 2 അങ്ങനെയാണല്ലോ പോവുക. സോ ns ന് നമുക്ക് ആദ്യം 0 ഇട്ട് കൊടുക്കാം. ns ന് 0 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വരും ഇവിടെ 0 വരും. സോ 0 plus half വരും. സോ exponential minus beta into h cut omega divided by 2 അല്ലേ, half h cut omega minus beta ഉണ്ട്. ഓക്കെ, now 1 ഇട്ട് കൊടുക്കാം. ns ന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 plus 1 by 2 3 by 2 വരും. സോ e raised to minus beta into 3h cut omega divided by 2 and plus etc. ഓക്കെ, അങ്ങനെ ഓരോ വാല്യൂസ് ആയിട്ട് പോകും. now this is a geometric progression. ഇതെന്താണ്, ഒരു geometric progression ആണ്. with first term a is equal to e raised to minus beta h cut omega by 2 and common ratio പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൈനസ് ചെയ്താൽ മതി. common ratio എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, e raised to minus beta h cut omega. ഓക്കെ, അതാണ് common ratio വരിക. now sum of gp എന്താണ്, sum of gp s is equal to a divided by 1 minus r ആണ്. ഓക്കെ, n ടേംസിന്റെ r ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമാണ് ഉണ്ടത്. ഓക്കെ, s is equal to a by 1 minus r പറഞ്ഞ് കൊടുക്കണമെങ്കിൽ r ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആവണം. ഇവിടെ r പറഞ്ഞ എക്സ്പോണൻഷ്യൽ മൈനസ് ആണല്ലോ, സോ r ന്റെ വാല്യൂ എന്തെങ്കിലും ലെസ് ദാൻ 1 ആയിരിക്കും. സോ ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും q1 of beta നമുക്ക് കിട്ടും. സോ q1 of beta will be equal to, ഇതൊരു gp പ്രോഗ്രഷൻ ആണ്. ഫസ്റ്റ് ടേം a ആൻഡ് സം വരുന്നത് ഇതാണ്. സോ എക്ക് പകരം കൊടുക്കാം e raised to minus beta h cut omega divided by 2 divided by 1 minus r. r പറഞ്ഞു കഴിഞ്ഞാൽ e raised to minus beta h cut omega. Okay, omega s. Okay, so it will be equal to, ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ന്യൂമറേറ്റർ ടേമിൽ അതുപോലെ തന്നെ എഴുതാം, e raised to minus beta h cut omega s divided by 2 into ഈ ഡിനോമിനേറ്റർ മുകളിൽ കൊടുക്കാം. ഡിനോമിനേറ്റർ മുകളിൽ കൊടുക്കുമ്പോൾ ഇത് വരും e raised to minus beta h cut omega raised to minus 1. Okay, ഡിവിഷൻ ആണ് ആക്ച്വലി. ഓക്കെ, സോ നമ്മുടെ ഡിനോമിനേറ്ററിന് എന്ത് ചെയ്തു, നമ്മൾ മുകളിൽ കൊടുത്തു. സോ 1 minus e raised to minus beta h cut omega raised to minus 1 കിട്ടി. ഓക്കെ, സോ നമ്മൾ വൃത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പാർട്ടീഷൻ ഫംഗ്ഷൻ q1 of beta is equal to q1 of beta കിട്ടി e raised to minus beta h cut omega divided by 2 into 1 minus exponential minus beta h cut omega raised to minus 1. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി നമുക്ക് തെർമോഡൈനാമിക്സ് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി പഠിക്കാം. ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എ ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് കെ ടി ലോഗ് ക്യൂ ആണ്. q1 ഓഫ് ബീറ്റ കൊടുത്തു. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ ടി ലോഗ് ഈ വാല്യൂ അല്ലേ, ഈ വാല്യൂ എന്ന് പറയുമ്പോൾ ലോഗ് എക്സ്പോണൻഷ്യൽ minus beta h cut omega by 2 into 1 minus exponential minus beta h cut omega raised to minus 1. Okay, so which will be equal to minus kt into ഈ ലോഗിന് നമുക്ക് ഉള്ളിൽ കൊടുക്കാം. സോ ലോഗിന് നമുക്ക് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിനുള്ളിൽ കൊടുത്തു ഇത് ലോഗ് എ ഇൻറ്റു ബി ആണ് അല്ലേ, ലോഗ് എ ഇൻറ്റു ബി പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ബി ആണ്. സോ ലോഗ് ഫസ്റ്റ് ടേം എന്ത് വരും, ഫസ്റ്റ് ടേം ലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ വരിക. ലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് പോകും. സോ ആ ടേം മാത്രം ഉണ്ടാവുള്ളൂ. സോ മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഉണ്ടാവും അല്ലേ. പിന്നെ ഇവിടെ എങ്ങനെ വരും, സെക്കൻഡ് ടേം എങ്ങനെ വരും, സെക്കൻഡ് ടേം നമുക്ക് എഴുതി നോക്കാം. ലോഗ് 1 minus exponential beta h cut omega raised to minus 1 into. Okay, which will be equal to minus kt into first term minus beta h cut omega by 2. Now ഈ ടേം എങ്ങനെ വരും, ഈ ടേം
log a raised to b ആണ്. സോ ഇപ്പുറത്തേക്ക് മൈനസ് വരും. സോ മൈനസ് ഓഫ് log 1 മൈനസ് എക്സ്പോണൻഷ്യൽ e raised to മൈനസ് ബീറ്റ h cut ഒമേഗ കൊണ്ട് വരും. ഓക്കെ, അങ്ങനെ വരും. ബീറ്റ h cut ഒമേഗ. ഓക്കെ ഓക്കെ, സോ ഈ രീതിയിൽ വരും. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് ചെയ്യാം, ഈക്വൽ ടു ഈ കേട്ടി നമുക്ക് ഉള്ളിൽ കൊടുക്കാം. ഓക്കെ, കേട്ടി നമുക്ക് ഉള്ളിൽ കൊടുക്കാം. കേട്ടിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും ഈ ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ 1/KT ആണ്. സോ ഈ കേട്ടിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ 1/KT കേട്ടി ക്യാൻസൽ ചെയ്ത് പോകും. മൈനസും മൈനസും പ്ലസ് ആയിട്ട് പോകും. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ടൈമിൽ മാത്രമേ വെക്കുന്നുള്ളൂ, ഒരു 1/2 ഉണ്ടാവും. ഒരു 1/2 h cut ഒമേഗ. h cut ഒമേഗ ഇവിടെ എസ് ആണ് കേട്ടോ. ഒമേഗ എസ് ആണ് നമ്മൾ ഫ്രീക്വൻസി കൊടുത്തിരുന്നത്. സോ ഒമേഗ എസ് വരും. 1/2 h cut ഒമേഗ എസ് 1/2 h cut ഒമേഗ എസ് പിന്നെ പ്ലസ് സെക്കൻഡ് ടേം എന്ത് വരും, ഈ മൈനസും കൂടിയിട്ട് പ്ലസ് ആയിട്ട് പോയി അല്ലേ. മൈനസും കൂടി പ്ലസ് ആയിട്ട് പോയി. സോ കെ ടി ലോഗ് 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ h cut ഒമേഗ എസ് വരും. ഓക്കെ, മൈനസ് ബീറ്റ h cut ഒമേഗ എസ് വരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഹെൽമോൾട്സ് ഫ്രീ എനർജി. ഓക്കെ, സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മൈനസ് കെ ടി ലോഗ് ക്യൂ ചെയ്ത് വരും. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. മൈനസ് കെ ടി ലോഗ് ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് ഹെൽമോൾട്സ് ഫ്രീ എനർജി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എൻട്രോപ്പി കണ്ടുപിടിച്ച് നോക്കാം. എൻട്രോപ്പി എസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ എ ബൈ ഡോ ടി ആണ്. എൻട്രോപ്പി എസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ എ ബൈ ഡോ ടി ആണ്. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും 1/2 h cut ഒമേഗ പ്ലസ് കെ ടി ലോഗ് 1 മൈനസ് e raised to മൈനസ് h cut ഒമേഗയാണ്. സോ ഇതിൽ എന്ത് ചെയ്യാം, ഡോ എ ബൈ ഡോ ടി അല്ലേ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടേമിൽ എന്തായാലും ടി ഇല്ല അല്ലേ. ഒമേഗ 1/2 h cut ഒമേഗ എന്തെങ്കിലും ടി ഇല്ല. സോ ഫസ്റ്റ് ടേം 0 ആയിട്ട് പോകും. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, മൈനസ് ഓഫ് ഡോ ബൈ ഡോ ടി ഓഫ് നമുക്ക് എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ടേമിന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് കെ ടി ലോഗ് 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ h cut ഒമേഗ എസ്. ഓക്കെ, സോ അതിന് മാത്രം ഡിഫറൻഷിയേറ്റ് നോക്കാം. സോ therefore s is equal to മൈനസ് ഓഫ് നമുക്ക് ആദ്യം ചെയ്യാം, ഇത് ഫസ്റ്റ് ടേമും ഇത് സെക്കൻഡ് ടേമുമാണ്. സോ ഡെറിവേറ്റീവ് ഫസ്റ്റ് പറയുമ്പോൾ k എന്ന് വരും. k ഇൻറ്റു സെക്കൻഡ് ടേം ലോഗ് 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ h cut ഒമേഗ എസ് minus beta h cut omega s into plus second term first term into kt into log നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/1 മൈനസ് e raised to മൈനസ് ബീറ്റ h cut omega s into എക്സ്പോണൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ e raised to മൈനസ് ബീറ്റ h cut omega s into ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ h cut omega s ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ 1/kt ആണ്. സോ ഒരു 1/k വരും, ഇവിടെ മൈനസ്, പിന്നെ 1/t ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1/t² വരും. ഓക്കെ, മൈനസ് 1/t² വരും. കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾറെഡി പുറത്തൊരു മൈനസ് ഉണ്ടല്ലോ. സോ ഇവിടെ മൈനസ് വരില്ലേ. സോ ഇവിടെ മൈനസ് വരില്ലേ. ഓക്കെ, so it will be equal to minus k into log 1 minus e raised to minus beta h cut omega s minus ആവശ്യത്തിന് വെട്ടി കളയാം. സോ ഈ കെയും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താ പോവാം, ഇവിടെ ഈ ടിയും ഇതിലത്തെ ഒരു ടീം ക്യാൻസൽ ചെയ്ത് പോയി. ഈ മൈനസും കൂടി പ്ലസ് ആയിട്ട് പോയി. മൈനസും കൂടിയിട്ട് പ്ലസ് ആയിട്ട് പോയി. പിന്നെന്ത് വരും, മൈനസ് കെ ലോഗ് e raised to മൈനസ് ഒരു മൈനസിന് കുറവുണ്ടല്ലോ. നെഗറ്റീവ് കൊടുത്തത് കറക്റ്റ് അല്ലേ. നമുക്കൊന്നുകൂടെ നോക്കി വെക്കാം. ഫസ്റ്റ് ടേമിൽ മൈനസ് കെ ലോഗ് കുഴപ്പമില്ല. പിന്നെ ഈ പുറത്തത്തെ മൈനസും ഇവിടെ ഒരു മൈനസ് വന്നു, മൈനസ് വന്നു.
ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സോ ലോഗിന് ചെയ്യുമ്പോൾ 1 ബൈ എക്സ്പോണൻഷ്യൽ. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ അല്ലേ. സോ ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരും. ഓക്കെ, സോ ഈ മൈനസ് വേണ്ടി പ്ലസ് ആയിപ്പോയി. ഓക്കെ, സോ പ്ലസ് വരും. ഓക്കെ, സോ പ്ലസ് വരും. സോ പ്ലസ് ബാക്കി ഇപ്പം എന്താ ഉള്ളത്? ബാക്കിയുള്ളത് ഇവിടെ എച്ച് ക്രോസ് ഒമേഗ എസ് ഉണ്ട്, എച്ച് ക്രോസ് ഒമേഗ എസ് ഉണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ടി ഉണ്ട്, ഡിവൈഡഡ് ബൈ ടി ഉണ്ട്. പിന്നെ എക്സ്പോണൻഷ്യൽ ടേം. സോ എക്സ്പോണൻഷ്യൽ ബീറ്റ മൈനസ് ബീറ്റ h cut omega s divided by 1 minus e raised to minus beta h cut omega s. Okay, so നമ്മളത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് കിട്ടും ടി എസ് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ ടി ലോഗ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എസ് പ്ലസ് ഇവിടെ ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി പൊക്കോളും. സോ ബാക്കി എന്ത് വരും? ബാക്കി എച്ച് കട്ട് ഒമേഗ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എസ് ഡിവൈഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എസ്. ഓക്കെ, നൗ ഈ ടേമിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എസിനായിട്ട് മുകളിലും താഴത്തൊക്കെ ഡിവൈഡ് ചെയ്യുക. സോ കിട്ടും which will be equal to minus kt log 1 minus e raised to minus beta h cut omega s plus ഇവിടെ ഈ ടേമിൽ മൊത്തം e raised to minus beta h cut omega ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ h cut omega ഇൻറ്റു ഇവിടെ e raised to minus beta h cut omega ഡിവൈഡഡ് ബൈ e raised to minus beta h cut omega ചെയ്യുമ്പോൾ 1 കിട്ടും. ഇവിടെ 1 by 1 വരും. സോ ഇറ്റ് വിൽ ബി e raised to beta h cut omega s minus 1 അല്ലേ. ഇവിടെ ഡിവൈഡ് വരും, ഇവിടെ ഡിവൈഡ്. സോ അത് 1 ആയി പോയി. 1 ബൈ ഇ റേസ് ടു മൈനസ് ആണ്, അത് മുകളിലേക്ക് വരുമ്പോൾ ഇ റേസ് ടു പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ടി എസിന്റെ വാല്യൂ. ഓക്കെ, ടി എസിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആവറേജ് എനർജി കാണാം. ഓക്കെ, ആവറേജ് എനർജി കാണാം. ആവറേജ് എനർജി യു ഇസ് ഈക്വൽ ടു എ പ്ലസ് ടി എസ് ആണ്. യു ഇസ് ഈക്വൽ ടു എ പ്ലസ് ടി എസ് ആണ്. സോ എന്റെ വാല്യൂ നമുക്കറിയാം. എന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ഇവിടെ കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, എയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 by 2 h cut omega s plus kt log 1 minus e raised to minus beta h cut omega s per ai ഈ പ്ലസ് ടി എസ്. സോ ഈ ടേം വരും മൈനസ് kt log 1 minus e raised to minus beta h cut omega s പിന്നെ പ്ലസ് h cut omega into 1 by exponential beta h cut omega is minus 1. Okay, so ഈ minus kt log term ഈ minus kt log term പോയി. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ 1 by 2 ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. So it will be equal to ബാക്കി എന്താ വരുന്നത്? ഒരു 1 by 2 h cut omega s ഉണ്ട് പ്ലസ് ഇവിടെ omega s ആണ്. അവിടെ എന്ത് വരും? ഒരു h cut omega s divided by exponential ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by kt ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ 1 by kt ആണ്. സോ h cut omega is divided by kt minus 1. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇന്റേണൽ എനർജി യു ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഇ എസ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ ആണല്ലോ. അത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് എനർജി എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ യു ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് h ക്രോസ് ഒമേഗ പ്ലസ് h ക്രോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു h ക്രോസ് ഒമേഗ ബൈ kt minus 1 കിട്ടി. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ആവറേജ് എനർജി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഫ് h ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് 0 പോയിന്റ് എനർജി. ഓക്കെ, ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 പോയിന്റ് എനർജിയാണ്. ഓക്കെ, 0 പോയിന്റ് എനർജിയാണ് ഈ ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ 0 പോയിന്റ് എനർജിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ മാറുമ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ടെമ്പറേച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ 0 പോയിന്റ് എനർജിക്ക് എന്തില്ല, യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഇല്ല. കാരണം 0 പോയിന്റ് എനർജി അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ എനർജി എന്നിന്റെ വാല്യൂ 0 ആകുമ്പോഴുള്ള കോൺട്രിബ്യൂഷൻ മാത്രമാണ്. സോ ടെമ്പറേച്ചറിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരില്ല, ഈ 0 പോയിന്റ് എനർജിയുടെ കോൺട്രിബ്യൂഷൻ കയറി വരില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് ടേം നമുക്ക് ഒഴിവാക്കാം. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി ഇ എസ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ടേമിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് എന്ത് മാത്രം മതി? സെക്കൻഡ് ടേം മാത്രം മതി. h ക്രോസ് ഒമേഗ എസ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു
h cross omega s by kt minus 1. ഓക്കെ, നമുക്ക് ഈ ടേം മാത്രം മതി. കാരണം 0 എനർജിയുടെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, ടെമ്പറേച്ചറിനെ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. നമുക്ക് എന്ത് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ആവറേജ് എനർജി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി കിട്ടി. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒമേഗാസിന് നമ്മൾ ഇതുവരെ കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലെ. നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, നമ്മൾ ആ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ഒമേഗാസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇൻ റിയാലിറ്റി ഈ ഒമേഗാസ് എന്തെല്ലാം കോൺസ്റ്റന്റ് അല്ല. ആ ക്യാവിറ്റിയിൽ വരുന്ന റേഡിയേഷൻസിന് ഒമേഗയുടെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂസിന് വേണമെങ്കിലും എന്തെടുക്കാൻ പറ്റും, ഒമേഗ ഫ്രീക്വൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒമേഗയുടെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒമേഗ എസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റന്റ് ആക്കി എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതെന്ത് ചെയ്യും, 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ. എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് കണ്ടുപിടിക്കണം ഇൻ ദി റേഞ്ച് ഒമേഗ ടു ഒമേഗ പ്ലസ് ഡി ഒമേഗ. ഓക്കെ, ഒമേഗ മുതൽ ഒമേഗ പ്ലസ് ഡി ഒമേഗ വരെ എത്ര നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അത് ആക്ച്വലി നമ്മൾ കാനോണിക്കൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ എനർജി കേസിലേക്ക്. അതായത് പി മുതൽ പി പ്ലസ് ഡി പി വരെ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് എന്തുള്ളത്, ഈ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷനും കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ളത്. പക്ഷെ അത് കണ്ടുപിടിക്കണമെന്നില്ല, ആക്ച്വലി ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം മതി. സോ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ, number of modes of vibration in between omega and omega plus d omega. ഒമേഗയുടെയും ഒമേഗ പ്ലസ് ഡി ഒമേഗയുടെ ഇടയിൽ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ജി ഓഫ് ഒമേഗ ഡി ഒമേഗ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ജി ഓഫ് ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ സി ക്യൂബ്. ഓക്കെ, സോ ഇത്രയും മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് എന്നുള്ളത് ഒമേഗയുടെയും ഡി ഒമേഗ പ്ലസ് ഡി ഒമേഗയുടെ ഇടയിൽ ഇത്രയും മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നത് വരെ നമ്മൾ ഒമേഗാസിനെ കോൺസ്റ്റന്റ് ആക്കി ഫ്രീക്വൻസിനെ കോൺസ്റ്റന്റ് ആക്കി എടുത്തു. പക്ഷേ കോൺസ്റ്റന്റ് ആക്കി എടുക്കാൻ പാടില്ല. ഇതേപോലെ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആയിട്ടാണ് എടുക്കുന്നത്. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഇതിനെ എടുക്കാം, ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, നൗ എനർജി ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ എനർജി ഡെൻസിറ്റി കൺസിഡർ, സോ യു ഓഫ് ഒമേഗ ഡി ഒമേഗ. ഓക്കെ, എനർജി ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് എനർജി ഇൻ ദ റേഞ്ച് ഒമേഗ ടു ഒമേഗ പ്ലസ് ഡി ഒമേഗ. എനർജിയുടെ വേരിയേഷൻ എങ്ങനെയാണ്, ഒമേഗ മുതൽ ഡി പ്ലസ് ഒമേഗ വരെയുള്ള എനർജിയുടെ വേരിയേഷൻ എങ്ങനെ കിട്ടണം ചെയ്താൽ മതി, ഇതേ ഇക്വേഷൻ 1 × 2 ചെയ്താൽ മതി. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എനർജി, ഇക്വേഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ. സോ ഈ മോഡ്സ് ഓഫ് വൈബ്രേഷനിൽ എത്രമാത്രം എനർജി ഡെൻസിറ്റി ഉണ്ടെന്ന് അറിയാൻ മതി, ഇത് തമ്മിൽ എന്ത് ചെയ്യാൻ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതെന്ത് മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും h ക്രോസ് ഒമേഗ എസ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു h കട്ട് ഒമേഗ എസ് ഡിവൈഡ് ബൈ കെ ടി മൈനസ് 1. അതായത് ഇത് ആവറേജ് എനർജി ഇൻ ടു ഈ ടേം. ഓക്കെ, ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡ് ബൈ പൈ സ്ക്വയർ സി ക്യൂബ്. ആക്ച്വലി നമുക്ക് ഇവിടെ ഒമേഗ എസ് കൊടുക്കേണ്ട കാര്യമില്ല, ഒമേഗ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, കാരണം നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ടല്ലേ എടുക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ h ക്രോസ് ഉണ്ട്, ഇവിടെ ഒമേഗ സ്ക്വയറും ഒമേഗ ഉണ്ട്, സോ ഒമേഗ ക്യൂബ് ആയിട്ട് മാറും. ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ പിന്നെ എക്സ്പോണൻഷ്യൽ ടേം ഇ റൈസ് ടു h കട്ട് ഒമേഗ ഡിവൈഡ് ബൈ കെ ടി മൈനസ് 1 പിന്നെ പൈ സ്ക്വയർ സി ക്യൂബ് ഇൻറ്റു പൈ സ്ക്വയർ സി ക്യൂബ് പിന്നെ ഒരു ഡി ഒമേഗ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. നമുക്ക് നോക്കാം ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ആൻഡ് ഇക്വേഷൻ 3 is known as the Planck's radiation formula. ഇക്വേഷൻ 3 നെ നമ്മൾ വിളിക്കാം Planck's radiation formula എന്ന് വിളിക്കാം. ഓക്കെ, ഇക്വേഷൻ 3 നെ നമ്മൾ വിളിക്കാം Planck's radiation formula എന്ന് വിളിക്കാം. Planck's radiation formula നമ്മൾ ഡിഗ്രിക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അതാണ് എന്ത് വരിക, ഈ ഒരു ഫോമിൽ വരിക. ഓക്കെ, സോ ഇതാണ് എന്ത് വരിക, Planck's radiation formula. ഈ Planck's radiation formula വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഗ്രാഫൊക്കെ പ്ലാങ്ക് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഗ്രാഫൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യാനുണ്ട്. പക്ഷേ പ്ലോട്ട് ചെയ്യാനായിട്ട് മുന്നേ നമുക്ക് സെക്കൻഡ് അപ്രോച്ച് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻ തന്നെ പല ഫോം ഉണ്ട്. നമുക്ക് ഈ ഒക്ടേജിയൽ ഇക്വേഷൻ 3യുടെ പല ഫോംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ
എച്ച് ക്രോസിന് എച്ച് ബൈ 2πയും ഒമേഗ ബൈ 2π ഒക്കെ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആവശ്യമില്ല അതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കിട്ടും നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ യു ഓഫ് മ്യൂ ടി മ്യൂ ആയിട്ട് കിട്ടും. അതായത് ഒമേഗയുടെ പകരം മ്യൂ ആയിട്ട് കിട്ടും. ഇവിടെ ഒമേഗയ്ക്ക് ഒരു 2π മ്യൂ കൊടുക്കുക, എച്ച് ക്രോസിന് വരുമ്പോൾ എച്ച് ബൈ 2π കൊടുക്കുക, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിത് മ്യൂവിന്റെ ഫ്രീക്വൻസിയുടെ ടേംസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതാം. അങ്ങനെയാണ് ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ ഒമേഗ ടേംസിലാണ്. എങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇക്വേഷന്റെ ഫോം എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് പ്ലാങ്ക്സിന്റെ അപ്രോച്ച് വെച്ചിട്ട് ക്വാണ്ടം ഹാർമോണിക് അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ബ്ലാക്ക് ബോഡിയുടെ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അപ്രോച്ച് നോക്കാം. രണ്ടാമത്തെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ് ഗ്യാസിന്റെ അപ്രോച്ചാണ്. ഓക്കെ, ബോസിന്റെ അപ്രോച്ചാണ് സെക്കൻഡ് അപ്രോച്ച്, ബോസ് അപ്രോച്ച്. ഓക്കെ, ബോസിന്റെ അപ്രോച്ചാണ്. അതായത് ബോസ് ഗ്യാസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബോസ് ഈ കാര്യം ചെയ്യുന്നത്. ഓക്കെ, സോ ബോസ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ ക്യാവിറ്റിനകത്ത് ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തെങ്കിൽ ബോസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദ ക്യാവിറ്റി ഈസ് ഫിൽഡ് വിത്ത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോട്ടോൺസ്. ആ ക്യാവിറ്റി ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോട്ടോൺസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോട്ടോൺ ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ he considered the distribution of photons for every various energy levels. അതായത് ആ ക്യാവിറ്റിനെ എന്ത് ചെയ്യണത്, ക്യാവിറ്റി ഒരു ഫോട്ടോൺസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോട്ടോൺസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ബോസ് ഗ്യാസിന്റെ തിയറീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബോസ് ഗ്യാസിന്റെ എന്ത് ചെയ്യാൻ പറ്റും, തിയറീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ബോസ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് എനർജി ലെവൽ, അതായത് ആ ക്യാവിറ്റിനകത്ത് ഒരുപാട് എനർജി ലെവലുകൾ ഉണ്ടായിരിക്കും. ആ എനർജി ലെവലുകൾ എങ്ങനെയാണ് ഈ ഫോട്ടോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആര് കൺസിഡർ ചെയ്തത്, ബോസ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അതായത് ഇപ്പോൾ ES എന്ന് പറയുന്ന ഒരു എനർജി ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് NS ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ ഈ NS ഫോട്ടോൺസിനെ ഈ ES എനർജി ലെവലിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്തുള്ളത്, ബോസിന്റെ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബോസിന്റെ അപ്രോച്ച് ഇത്രയേ ഉള്ളൂ. ആ ക്യാവിറ്റിയിൽ ബോസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് വെച്ചിട്ടാണ് നിറഞ്ഞിരിക്കുന്നത്. സോ അവിടെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ബോസിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അതായത് എനർജി ലെവൽ ESൽ ഓരോ എനർജി ലെവൽ ESൽ NS നമ്പർ ഓഫ് ഫോട്ടോൺസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിനുള്ള പ്രോബിലിറ്റി എന്താണ്, അതിന്റെ ആവറേജ് നമ്പർ എന്താണ്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ബോസിന്റെ അപ്രോച്ച്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോട്ടോൺസ് ഓവർ വേരിയസ് എനർജി ലെവൽസ് ES എന്ന് പറയുന്ന എനർജി ലെവലിലുള്ള ഡിഫറെന്റ് ഫോട്ടോൺസിന്റെ അറേഞ്ച്മെന്റ് ആണ് ആര് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ബോസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതിന്റെ പ്രോബിലിറ്റി ഇക്വേഷൻ ഒക്കെ നമ്മൾ മുന്നേ ബോസിന്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. പ്രോബിലിറ്റി PNS വിൽ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ ടോട്ടൽ എനർജി പറയുന്നത്, അതായത് ഇപ്പോൾ ES പറയുന്ന ലെവലിൽ ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ഇപ്പോൾ E1 പറയുന്ന ലെവലിൽ N1 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എനർജി എന്താണ്, N1 E1 ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ES എന്ന് പറയുന്ന ലെവലാണ്. ആ ES പറയുന്ന ലെവലിൽ NS നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ടോട്ടൽ എനർജി എന്തായിരിക്കും, NS ES ആയിരിക്കും. ഓക്കെ, സോ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് ഫോട്ടോൺസ് ഓക്യുപ്പൈയിങ് എനർജി ES, എനർജി ലെവൽ ES ഓക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എക്സ്പോണൻഷ്യൽ e raised to minus beta ES divided by summation over n exponential minus beta ES വരും. ഓക്കെ, മൈനസ് ബീറ്റ ES വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് NS, ഇവിടെ ഒരു പാർട്ടിക്കിൾ അല്ല NS നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ESൽ അപ്രോച്ച് ചെയ്യുന്നത്. സോ ESനെ എങ്ങനെ എഴുതാൻ പറ്റും, NS ES ആയിട്ടാണ് എഴുതേണ്ടത്. ESനെ എങ്ങനെ എഴുതുന്നത്, NS ES ആയിട്ട് എഴുതേണ്ടത്. ആൻഡ് ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് H ക്രോസ് ഒമേഗ S ആണ്. ഓക്കെ, സോ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ഇറ്റ് വിൽ ബി എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ പിന്നെ n ഇൻറ്റു H ക്രോസ് ഒമേഗ S divided by summation over NS e raised to minus beta n H cross omega S. Okay, so it will be equal to beta 1 by kt കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും e raised to minus n H cross omega S divided by kt divided by summation over NS e raised to minus n H cross omega by kt. Okay, സോ ഈ രീതിയിൽ കൊടുക്കാം. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് പ്രോബബിലിറ്റി. ES എന്ന് പറയുന്ന ലെവലിൽ NS നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണിത്. സോ പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ R XR PR ആണ് എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ
ആവറേജ് വാല്യൂ ഓഫ് എൻ ആർ എന്തായിരിക്കും? ആവറേജ് വാല്യൂ ഓഫ് എൻ ആർ എന്ത് ചെയ്യും? സമ്മേഷൻ ഓവർ ആർ, സമ്മേഷൻ ഓവർ ആർ ഇവിടെ എസ് ആണ് കൊടുക്കുക, എസ് കൊടുക്കാം. സമ്മേഷൻ ഓവർ എസ് എൻ എസ് പ്രോബബിലിറ്റി ഓഫ് എൻ എസ് ചെയ്താൽ മതി. ഓക്കെ, പ്രോബബിലിറ്റി ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടും ആവറേജ് വാല്യൂ കിട്ടും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓവർ എസ്, ന്യൂമറേറ്ററിൽ നമ്മൾ എൻ എസ് കൊടുത്തു, ബാക്കി എക്സ്പോണൻഷ്യൽ മൈനസ് എൻ എച്ച് ക്രോസ് ഒമേഗ എസ് ഡിവൈഡഡ് ബൈ കെ ടി ഡിവൈഡഡ് ബൈ താഴത്ത് തോന്നുന്നു സമ്മേഷൻ ഓവർ എൻ എസ് കിട്ടും. സമ്മേഷൻ ഓവർ എൻ എസ് എക്സ്പോണൻഷ്യൽ മൈനസ് എൻ എച്ച് കട്ട് ഒമേഗ എസ് ഡിവൈഡഡ് ബൈ കെ ടി. ഓക്കെ, സോ എൻ എസിന് കൊടുക്കുക 0 മുതൽ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 0 ആയിട്ട് പോകും. സെക്കൻഡ് വാല്യൂ 1 കൊടുക്കാം. 1ന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും. ഇവിടെ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എച്ച് കട്ട് ഒമേഗ ബൈ കെ ടി വരും അല്ലേ? ഇ റേസ് ടു മൈനസ് എച്ച് കട്ട് ഒമേഗ ബൈ കെ ടി വരും. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എച്ച് കട്ട് ഒമേഗ ബൈ കെ ടി വരും. 2 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇ റേസ് ടു എച്ച് കട്ട് ഒമേഗ എസ് ബൈ കെ ടി വരും. അങ്ങനെ പൊക്കൊണ്ടിരിക്കും ന്യൂമറേറ്റർ. ഓക്കെ, നൗ ഡിനോമിനേറ്റർ എങ്ങനെ മാറും? ഡിനോമിനേറ്റർ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 വരും. ഇ റേസ് ടു 0 ഈസ് 1. സോ 1 പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ എസ് ആട്ടാ, ഇവിടെ എൻ എസ്. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എസ് ബൈ കെ ടി വരും. 2 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2 ബീറ്റ എച്ച് കട്ട് ഒമേഗ എസ് ബൈ കെ ടി വരും, പ്ലസ് എക്സെട്ര. ഓക്കെ, പ്ലസ് എക്സെട്ര. ഈ രീതിയിലാണ് പോവുക. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സ്പോണൻഷ്യലൊക്കെ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഇങ്ങനെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എച്ച് കട്ട് ഒമേഗ എസ് ബൈ കെ ടി. ഇ റേസ് ടു മൈനസ് എച്ച് കട്ട് ഒമേഗ ബൈ കെ ടി എന്ന് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ആവറേജ് വാല്യൂ ഓഫ് എൻ എസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 0 ആണ്, സോ വരുന്ന കാര്യമില്ല. സോ ഇ റേസ് ടു മൈനസ് എച്ച് കട്ട് ഒമേഗ എസിന് കൊടുക്കുക, എക്സ് കൊടുക്കുക. ഫസ്റ്റ് ടേം എക്സ് ആയിട്ട് പോയി. സോ എക്സ്. സെക്കൻഡ് ടേം എന്ത് വരും? ഇവിടെ 2 ഉണ്ട്, 2 അതുപോലെ തന്നെ വന്നു. ഈ ടേം എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ആയിട്ട് മാറും അല്ലേ? എക്സ് സ്ക്വയർ ആയിട്ട് മാറും. പ്ലസ് തേർഡ് ടേം 3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഡിവൈഡഡ് ബൈ താഴത്ത് എങ്ങനെ വരും? താഴത്ത് 1 ആയിട്ട് തന്നെ വന്നു. 1 പ്ലസ് ഫസ്റ്റ് ടേം ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ ബൈ കെ ടിന് എക്സ് കൊടുത്തു. സോ 1 പ്ലസ് എക്സ് പ്ലസ് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ആ രീതിയിലാണ് എന്ത് പോവുക? ആ ടേം പോവുക. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു ഈ ന്യൂമറേറ്റർ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ എക്സ് പ്ലസ് 2x സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 2x സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അതിലത്തെ ഒരു എക്സ് സ്ക്വയറിന് ഞാൻ ആദ്യത്തെ ടേമിന്റെ കൂടെ എഴുതി. ഓക്കെ, 3x ക്യൂബ് 3x ക്യൂബ് ഉണ്ട്. അതിലത്തെ ഒരു എക്സ് ക്യൂബ് ഞാൻ ഇതിന്റെ കൂടെ എഴുതി, പ്ലസ് എക്സെട്ര. അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, പ്ലസ് ഇനി എന്താ ബാക്കിയുള്ളത്? എക്സിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എക്സിൽ ഒന്നും ബാക്കിയില്ല, ആകെ ഒരു എക്സ് ഉണ്ടെന്നുള്ളൂ. എക്സ് ഇവിടെ കൊടുത്തു. എക്സ് സ്ക്വയറിൽ എന്താ ബാക്കിയുള്ളത്? 2x സ്ക്വയർ ഉണ്ടായിരുന്നു. ഒരു എക്സ് സ്ക്വയർ ഞാൻ അവിടെ കൊടുത്തു, ഒരു എക്സ് സ്ക്വയർ കൂടി ബാക്കിയുണ്ട്. സോ എക്സ് സ്ക്വയർ പ്ലസ് 3x ക്യൂബിൽ ഇനിയും 2 എക്സ് ക്യൂബ് ബാക്കിയുണ്ട്. ഒരു എക്സ് ക്യൂബിൽ ഞാൻ അവിടെ കൊടുത്തു, പ്ലസ് എക്സെട്ര. അങ്ങനെ ആ ടേം പൊക്കൊണ്ടിരിക്കും. ഈ നെക്സ്റ്റ് ടേം വരുമ്പോൾ എക്സ് സ്ക്വയറിൽ ഒന്നും ബാക്കിയില്ല, പിന്നെ എക്സ് ക്യൂബിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെ? എക്സ് ക്യൂബിൽ സ്റ്റാർട്ട് ചെയ്യും, എക്സ് റേസ് ടു 4 വരും. അങ്ങനെ പൊക്കൊണ്ടിരിക്കും. സോ അങ്ങനെ കുറെ ജി പികളായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ടേമിനെ മാറ്റി. ഓക്കെ, കുറെ ജി പികളായിട്ട് മാറ്റി. സോ ഡിവൈഡഡ് ബൈ താഴത്ത് അതേപോലെ തന്നെ എഴുതി 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, താഴത്ത് ഞാൻ അതേപോലെ തന്നെ എഴുതി. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇത് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജി പി ആണ് അല്ലെ? ഇൻഡിവിജ്വൽ ജി പി ആണ്. സോ ജി പിയുടെ സം എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എസ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, ആർ പറഞ്ഞത് കോമൺ റേഷ്യോ ആണ്. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എക്സ് സ്ക്വയർ ബൈ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എക്സ് കിട്ടും. സോ കോമൺ റേഷ്യോ ഈസ് എക്സ് പ്ലസ് സെക്കൻഡിൽ ഫസ്റ്റ് ടേം പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അതിന്റെ കോമൺ റേഷ്യോ എന്ത് വരും? തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അഗെയിൻ എക്സ് കിട്ടും. ഓക്കെ, തേർഡിലും ഫസ്റ്റ് ടേം എക്സ് ക്യൂബ് വരും, കോമൺ റേഷ്യോ അഗെയിൻ എക്സ് വരും, പ്ലസ് എക്സെട്ര. അങ്ങനെ അത് പൊക്കൊണ്ടിരിക്കും. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ അങ്ങനെയാണ് പോകുന്നത്. സോ അവിടെ കോമൺ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം 1 ആണ്. സോ ഫസ്റ്റ് ടേം 1 വരും. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ്
common ratio തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x കിട്ടും 1 by 1 minus x കിട്ടും. Okay, so ns is equal to, so average value ns is equal to, average value ns എന്ത് വരും? നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്, 1 minus x ആണ് എല്ലാത്തിനും വരുന്നത്. സോ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതാം, ന്യൂമറേറ്റർ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു ന്യൂമറേറ്റർ എങ്ങനെ മാറും, ന്യൂമറേറ്റർ x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ 1 minus x ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തുണ്ട്, ഒരു 1 by 1 minus x ഉണ്ട്, ഒരു 1 by 1 minus x ഉണ്ട്. സോ 1 by 1 minus x. ഓക്കെ, സോ ഈ 1 minus x ഉം ഈ 1 minus x ഉം ക്യാൻസൽ ചെയ്ത് പോകും. വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അഗെയിൻ ഇതൊരു ജി പി ആണ്, അതിന് ഫസ്റ്റ് ടേം എക്സും കോമൺ റേഷ്യോ എക്സ് ആണ് വരിക. സോ ആവറേജ് വാല്യൂ ഓഫ് എൻ എസ് ഈസ് ഈക്വൽ ടു, ആവറേജ് വാല്യൂ ഓഫ് എൻ എസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എക്സ് ബൈ 1 minus x കിട്ടും. ഓക്കെ, എക്സ് ബൈ 1 minus x കിട്ടും. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ എസ് ബൈ 2 ബൈ കെ ടി ആണ്, ഡിവൈഡഡ് ബൈ 1 minus exponential minus beta h cut omega s by kt വരും. ഓക്കെ, now e raised to minus beta h cut omega s by kt ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ്, ഒരു ആവറേജ് വാല്യൂ ഓഫ് എസ് എൻ എസ്, അതായത് ഇ എസ് എന്ന് പറയുന്ന ലെവലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് കിട്ടും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ എക്സ്പോണൻഷ്യൽ നെഗറ്റീവ് ടേമിൽ ഡിവൈഡ് ചെയ്യുക. സോ 1 by, ഇവിടെ 1 by എക്സ്പോണൻഷ്യൽ നെഗറ്റീവ് വരും, സോ എക്സ്പോണൻഷ്യൽ ന്യൂമറേറ്ററിൽ വരും, ഇ റേസ് ടു മൈനസ് ഇവിടെ ബീറ്റ എഴുതിയല്ലോ, 1 by kt ബീറ്റ എഴുതിയല്ലോ, ഇ റേസ് ടു എച്ച് കട്ട് ഒമേഗ എസ് ബൈ കെ ടി മൈനസ് 1. ഓക്കെ, ഇ റേസ് ടു എച്ച് കട്ട് ഒമേഗ എസ് കെ ടി മൈനസ് 1. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നമുക്ക് കിട്ടി ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത് ഇ എസ് എന്ന് പറയുന്ന ഒരു ലെവലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടി. ഓക്കെ, നൗ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് എനർജി കാണാൻ പറ്റും. ഓക്കെ, സോ ആവറേജ് എനർജി എന്തായിരിക്കും, ആവറേജ് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലിന്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ക്രോസ് ഒമേഗയാണ്. ഓക്കെ, അതായത് ഒരു പാർട്ടിക്കളുടെ എനർജി അല്ല, ഒരു ലെവലിന്റെ അല്ല, ഒരു പാർട്ടിക്കളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ക്രോസ് ഒമേഗ എസ് ആണ്. ആവറേജ് ഇത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, സോ ടോട്ടൽ എനർജി എന്ത് വരും, ഇറ്റ് വിൽ ബി ഈ എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു ഇത് ചെയ്താൽ മതി അല്ലെ, ഇറ്റ് വിൽ ബി എച്ച് ക്രോസ് ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എക്സ്പോണൻഷ്യൽ e raised to h cross omega s divided by kt minus 1 divided by kt minus 1. Let this be equation number 5. എന്ത് കിട്ടി, equation number 5 കിട്ടി. Now ഈ equation number 5 ഉം നമുക്ക് ഫസ്റ്റ് അപ്രോച്ച് വെച്ച് കിട്ടിയിട്ടുള്ള, ഇവിടെ നോക്ക്, ഫസ്റ്റ് അതായത് ക്വാണ്ടം ഹാർമോണിക് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ പ്ലാങ്ക്സിൽ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്പർ 1 അതുപോലെ തന്നെ ബോസിന്റെ അപ്രോച്ച് വെച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്പർ 5 എന്താണ്, സെയിം ആണ്. നമുക്ക് എന്താ കിട്ടിയത്, സെയിം തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ രണ്ട് അപ്രോച്ചിലാണ്, ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിന്റെ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ ബോസ് ഗ്യാസിന്റെ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സെയിം ആൻസർ തന്നെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക, സെയിം ആവറേജ് എനർജിയാണ് കിട്ടുക. ഓക്കെ, സെയിം ആവറേജ് എനർജിയാണ് കിട്ടുക. ഓക്കെ, സെയിം ആവറേജ് എനർജി തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് അപ്രോച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക, നമുക്ക് കിട്ടുക സെയിം ആൻസർ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അഗെയിൻ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും അഗെയിൻ സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നോ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ വേറെ പോയിന്റ് കൂടി പറയുന്നുണ്ട്, ആക്ച്വലി നിങ്ങൾ ടെക്സ്റ്റിൽ വേറെ പോയിന്റ് കൂടി പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐൻസ്റ്റീൻ്റെ ഒരു അപ്രോച്ച് കൂടി ഇതിൽ പറയുന്നത്, ഇപ്പോൾ ബോസിന്റെ അപ്രോച്ചാണ് നമ്മൾ പറഞ്ഞത്, ടെക്സ്റ്റിൽ ഒരു ഐൻസ്റ്റീൻ്റെ അപ്രോച്ച് കൂടി പറയുന്നുണ്ട്. ഐൻസ്റ്റീൻ്റെ അപ്രോച്ചും ബോസിനായിട്ട് വളരെ സിമിലർ ആണ്, വളരെ സിമിലർ എന്നല്ല സെയിം തന്നെയാണ്, ബോസിന്റെ അതേ ടെക്നിക്ക് തന്നെയാണ് എന്ത് ഉപയോഗിച്ചുള്ളത്, ഐൻസ്റ്റീനും യൂസ് ചെയ്യുന്നത്. ആകെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോസ് കൺസിഡർ ചെയ്തത് എനർജി ലെവൽസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് അല്ലെ, അതായത് ഡിഫറെന്റ് എനർജി ലെവൽസിൽ ഇ എസ് എന്ന് പറയുന്ന ലെവലിൽ എങ്ങനെ എൻ എസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആര് കൺസിഡർ ചെയ്തത്, ബോസ് കൺസിഡർ ചെയ്തത്. പക്ഷെ ആക്ച്വലി ഈ ബോസ് പാർട്ടിക്കിൾസിനും എന്തുണ്ട്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇതിനെന്തുണ്ട്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുത്തത്, 1 by exponential e minus mu by kt minus 1 എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആർക്കുണ്ട്, ഈ ബോസ് പാർട്ടിക്കിൾസിനുണ്ട്. ഓക്കെ, അപ്പൊ ആ ബോസ് പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും കൂടി ആര് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഐൻസ്റ്റീൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ബോസിന്റെയും ഐൻസ്റ്റീന്റെയും തമ്മിലുള്ള അപ്രോച്ച് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് കൺസിഡേർഡ് ഓൺലി ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് എനർജി ലെവൽ, എനർജി ലെവലിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് ആര് കൺസിഡർ ചെയ്തത്, ബോസ് കൺസിഡർ ചെയ്തത്. പക്ഷേ
ഐൻസ്റ്റൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐൻസ്റ്റൈന് എനർജി ലെവലിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ ഫോട്ടോൺസിനും ഒരു അല്ലെങ്കിൽ ബോസ് പാർട്ടിക്കിൾസിനും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതൊരു 1/e⁻μ/kT-1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ത് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോൺസിനും അല്ലെങ്കിൽ ബോസ് പാർട്ടിക്കിൾസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ Einstein considered statistics of both photons and energy. ഫോട്ടോൺസിന്റെയും എനർജി ലെവൽസിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് ആര് കൺസിഡർ ചെയ്തു, ഐൻസ്റ്റൈൻ കൺസിഡർ ചെയ്തു. ബോസ് എനർജി ലെവൽസിന്റെ മാത്രമാണ് എന്ത് ചെയ്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് കൺസിഡർ ചെയ്തത്. പക്ഷേ ഒപ്റ്റെയിൻ ചെയ്യുന്ന റിസൾട്ട് രണ്ടുപേർക്കും സെയിം ആണ്. അതായത് ഐൻസ്റ്റൈന്റെ അപ്രോച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇതേ സെയിം ഇക്വേഷൻ തന്നെ കിട്ടും, എനർജി നമുക്ക് എന്ത് കിട്ടും, ഇതേ സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് കിട്ടും, സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. പക്ഷേ അപ്രോച്ചിൽ വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. സോ അതാണ് ബോസിന്റെയും ഐൻസ്റ്റൈന്റെയും അപ്രോച്ചിന് വ്യത്യാസം. ബോസ് എനർജി ലെവലിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം കൺസിഡർ ചെയ്തപ്പോൾ ഐൻസ്റ്റൈൻ എന്ത് ചെയ്തു, എനർജി ലെവൽസിന്റെയും ഫോട്ടോൺസിന്റെയും അല്ലെങ്കിൽ ബോസ് പാർട്ടിക്കിൾസിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് കൺസിഡർ ചെയ്തു. പക്ഷേ ഒപ്റ്റെയിൻ ചെയ്യുന്ന റിസൾട്ട് രണ്ടുപേർക്കും എന്താണ്, സെയിം റിസൾട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, ഒപ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ എനർജി ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ജി ഓഫ് ഒമേഗ ഡി ഒമേഗ. ഓക്കെ, ജി ഓഫ് ഒമേഗ ഡി ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും. ജി ഓഫ് ഒമേഗ കിട്ടണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺ സ്റ്റേറ്റ് വേണമല്ലോ അല്ലേ. ഓക്കെ, സോ അതാണ് ബോസിന്റെയും ഐൻസ്റ്റൈന്റെയും ഡിഫറൻസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, എനർജി കണ്ടുപിടിക്കണം. ഇപ്പൊ അഗെയിൻ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്തിട്ട് അതേ പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒമേഗ എസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഫ്രീക്വൻസി നമ്മൾ ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അഗെയിൻ ഫ്രീക്വൻസി ഫിക്സ്ഡ് ആയിരിക്കില്ല, ഫ്രീക്വൻസി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം, ഫോട്ടോൺ സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഒമേഗ മുതൽ ഡി ഒമേഗ പ്ലസ് ഡി ഒമേഗ വരെയുള്ള എത്ര നമ്പർ ഓഫ് ഫോട്ടോൺ സ്റ്റേറ്റുകൾ ഉണ്ട് കണ്ടുപിടിക്കണം. അഗെയിൻ നേരത്തെ അതേ സെയിം അപ്രോച്ച് തന്നെ വരിക, ഇക്വേഷൻ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ മതി. അതിന്റെ എന്ത് വേണമെന്നില്ല, അതിന്റെ അപ്രോച്ച് വേണമെന്നില്ല. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ സി ക്യൂബ്. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺ സ്റ്റേറ്റ് കിട്ടുക. ഇറ്റ് ഈസ് ദി ഇക്വേഷൻ 6. ഓക്കെ, അതിന് കൊടുക്കാം, ഇക്വേഷൻ 6 കൊടുക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ എവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ഇക്വേഷൻ എന്താ, നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ പറഞ്ഞില്ല, സെയിം സാധനം തന്നെയാണ്. ഇവിടെ ബോസിന്റെ കേസിൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കുന്നത് സെയിം കേസ് തന്നെയാണ്. ജസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി, അതിന്റെ ഡെറിവേഷൻ എന്തില്ല, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി യു ഓഫ് ഒമേഗ ഡി ഒമേഗ, അതായത് ഒമേഗയുടെയും ഒമേഗ പ്ലസ് ഡി ഒമേഗയുടെ ഇടയിലുള്ള ടോട്ടൽ എനർജി ആണ്. അത് എന്ത് ചെയ്താൽ മതി, ഈ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, എനർജി ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും, h cross into omega s divided by exponential h cross omega s by kt minus 1 into omega square d omega divided by pi square c cube. Again omega s കൊടുക്കേണ്ട കാര്യമില്ല, കാരണം omega ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും h cross into omega cube divided by exponential e raised to h cross omega by kt minus 1 into pi square c cube d omega വരും. Okay, let this be equation number 7 കൊടുക്കാം. Equation number 7 കൊടുക്കാം. Again നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനും ഈ ടോട്ടൽ എനർജി ഇക്വേഷനും അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് അപ്രോച്ചിൽ കിട്ടിയിട്ടുള്ള ടോട്ടൽ എനർജി ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. ഓക്കെ, അതായത് പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുലയും അതേപോലെ തന്നെ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ബോസിന്റെ അപ്രോച്ച് വഴി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഫോർമുല എന്താണ്, സെയിം ഇക്വേഷൻ തന്നെയാണ് എന്തുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അപ്രോച്ച് ഡിഫറെന്റ് ആണെങ്കിൽ കൂടി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, രണ്ട് ഭാഗത്തും എന്താണ്, സെയിം ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്രോച്ച് ഡിഫറെന്റ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, രണ്ട് കേസിലും എന്താണ്, സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് പേരെന്ന് കൊടുത്തത് പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല തന്നെയാണ്. പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ അപ്രോച്ച് വഴി അതേപോലെ തന്നെ ബോസിന്റെ അപ്രോച്ച് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിന്റെ ഒന്ന് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഇക്വേഷനെ മൊത്തത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടി വൃത്തിക്ക് എഴുതാം. സോ ജി ഓഫ് ഒമേഗ ഡി ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്നത് h cut omega cube divided by e raised to h cut omega by kt minus 1 into pi square c cube d omega. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇതിന് ഒമേഗ ക്യൂബിന്റെ ഇക്വേഷൻ എടുക്കാം. സോ ഒമേഗ ക്യൂബിന്റെ ഇക്വേഷൻ എടുക്കാം. സോ ഒമേഗ ക്യൂബ് ഇസ് ഈക്വൽ ടു ഈ ഡി ഒമേഗ നമുക്ക് ഒഴിവാക്കാം.
d omega ഒഴിവാക്കി കഴിഞ്ഞാൽ തൽക്കാലം ഓക്കെ ഇത് വേണ്ട വേറെ കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം നമുക്ക് x is equal to h cut omega by kt എടുക്കാം ഓക്കെ x is equal to h cut omega by kt സോ ഇതിൽ നിന്ന് omega is equal to എന്ത് വരും omega is equal to kt by h cross വരും kt by h cross into x കൊണ്ടുവരും ഓക്കെ kt by h cross into x വരും സോ d omega നമുക്ക് മാറ്റി എഴുതാം d omega will be equal to kt by h cross constant ആണ് so kt by h cross into dx kt by h cross into dx ആയിട്ട് എഴുതാം and omega cube is equal to ഇതിന് ക്യൂബ് എടുത്താൽ മതി so kt by h cross the whole cube into x cube വരും ഓക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മളെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം സോ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് കൊടുക്കാം സോ u of omega ഉള്ളത് നമ്മൾ x ലേക്ക് മാറ്റി സോ u of x dx will be equal to എന്ത് വരും ഇവിടെ h cross ഉണ്ട് h cross അതേപോലെ തന്നെ എഴുതി h cross into omega cube പറഞ്ഞ ഈ ടേം ആണ് സോ it will be kt divided by h cross the whole cube into x cube okay now divided by exponential term ഉണ്ട് okay exponential term ഉണ്ട് so 1 by e raised to h cut omega by kt നമുക്ക് x എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു so e raised to x minus 1 now ബാക്കി എന്തുണ്ട് ഇവിടെ pi square c cube ഉണ്ട് pi square c cube ഞാൻ ഇവിടെ എഴുതി pi square c cube ഞാൻ ഇവിടെ എഴുതി into d omega എങ്ങനെ കൊടുത്തു ഞാൻ d omega ഞാൻ ഇങ്ങനെ കൊടുത്തു kt by h cross dx ആക്കി കൊടുത്തു ഓക്കെ kt by h cross dx ആക്കി മാറ്റി ഓക്കെ ഇനി നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ നമുക്ക് ഒന്ന് വെട്ടിക്കളഞ്ഞ് നോക്കാം എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും ഇവിടെ kt ക്യൂബ് ഉണ്ട് ക്യൂബിക് kt ക്യൂബ് ഉണ്ട് ഇവിടെ kt ഉണ്ട് സോ എങ്ങനെ എഴുതാം k raised to 4 t raised to 4 വരും divided by ഒരു pi square ഉണ്ട് സോ pi square now ഈ h crossും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക് പിന്നെ ഇവിടെ h cross ക്യൂബ് വരും സോ h cross ക്യൂബ് വരും പിന്നെ c ക്യൂബ് h cross ക്യൂബ് വരും c ക്യൂബ് വരും ഓക്കെ പിന്നെ വരുന്നത് എന്താണ് പിന്നെ ഒരു x ക്യൂബ് ഉണ്ട് e raised to x minus 1 ഉണ്ട് പിന്നെ ഒരു dx ഉണ്ട് ഓക്കെ dx ഉണ്ട് ഓക്കെ നൗ ഈ ടേം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഒരു വേരിയബിൾ ആയിട്ട് കിടക്കുന്നത് അല്ലെ ബാക്കി ടേംസ് ഒക്കെ എന്താണ് കോൺസ്റ്റന്റ് ആണ് ഈ കോൺസ്റ്റന്റിനൊക്കെ അപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ ഡിനോമിനേറ്റർ ഒക്കെ മുകളിലേക്ക് പോയി സോ pi square h cross cube c cube divided by k raised to 4 t raised to 4 into u of x dx is equal to എന്താണ് x cube divided by e raised to x minus 1 dx ഇത് ഞാൻ എന്ത് കൊടുക്കുകയാണ് ഇതിന് u prime of x കണ്ടു കൊടുക്കുകയാണ് ഓക്കെ ഇതിന് എന്ത് കൊടുക്കുകയാണ് u prime of x കണ്ടു കൊടുക്കുകയാണ് ഓക്കെ സോ u prime of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is u of x into term അല്ലെങ്കിൽ എന്താണ് x cube divided by e raised to x minus 1 okay x cube divided by e raised to x minus 1 so this is Planck's radiation formula തന്നെയാണ് this is again Planck's radiation formula തന്നെയാണ് അതിൽ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത കോൺസ്റ്റന്റ്സിനെ ഒന്ന് ഒഴിവാക്കി നമ്മൾ ആ വേരിയബിൾ പാർട്ടിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഓക്കെ അതിന് Planck's radiation formula തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഗ്രാഫ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം സോ ക്രോം എടുക്കാം ഡെസ്മോസ് എടുത്ത് നോക്കാം ഓക്കെ സോ നമ്മളെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇവിടെ
ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. സോ ആ ഫംഗ്ഷൻ നമുക്ക് കൊടുത്ത് നോക്കാം. സോ നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് cube x cube divided by x cube divided by exponential x minus 1. Okay, exponential minus 1. ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, സോ ഈ രീതിയിലുള്ള ഗ്രാഫാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് പോസിറ്റീവ് ആക്സിസ് മാത്രം മതി. സോ പോസിറ്റീവ് ആക്സിസ് മാത്രം കിട്ടാൻ എന്ത് ചെയ്യാം, നെഗറ്റീവ് ആക്സിസ് നമുക്ക് നോക്കാം. സോ 0 നോക്കാം. എന്തൊക്കെ ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് നമ്മുടെ ഗ്രാഫ് കിട്ടുക. ഗ്രാഫ് കാണാമല്ലോ. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ഓക്കെ, ഇവിടെയാണ് 0 വരുന്നത്. സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്ലാങ്കിന്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, നമുക്ക് ആ ഇക്വേഷൻ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇക്വേഷൻ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും. മറ്റേ ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേഷൻ ആക്ച്വലി ഒന്നും കൂടി നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് അറ്റ് ഹൈ ഫ്രീക്വൻസി എന്ന് സംഭവിക്കും. അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ ഇ റേസ് ടു മൈനസ് എക്സ് 1 എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇ റേസ് ടു എക്സ് മൈനസ് 1നെ അപ്രോക്സിമേറ്റ്ലി എന്ന് കൊടുത്തിട്ട് ഇ റേസ് ടു എക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു പ്രൈം ഓഫ് എക്സ് എന്ത് വരും, എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് ആയിട്ട് മാറും. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആയിട്ട് മാറും. എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആയിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ്, വീൻസ് ഫോർമുല. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്, വീൻസ് ഫോർമുല. ഇതാണ് വീൻസിന്റെ ഫോർമുല വരുന്നത്. സോ ഹൈ ഫ്രീക്വൻസിയിൽ ഇ റേസ് ടു എക്സ് മൈനസ് 1ന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇ റേസ് ടു എക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആണ് വരുന്നത്, യു ഡാഷ് എക്സിന്റെ വാല്യൂ വരുന്നത്. ഇതാണ് എന്ത്, വീൻസിന്റെ ഫോർമുല വരുന്നത്. ഓക്കെ, ആ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്, സോ എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് എക്സ്. സോ ഈ രീതിയിലാണ് ഇതിന്റെ ഗ്രാഫ് വരിക. ഇതാണ് ഈ ബ്ലൂ ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ വീൻസിന്റെ ഗ്രാഫും ഈ റെഡ് ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലാങ്ക്സിന്റെ റേഡിയേഷൻ ഫോർമുലയാണ്. ഓക്കെ, സോ ഇത് നോക്കുക, ഹൈ ഫ്രീക്വൻസിയിൽ രണ്ടും സെയിം ആണ്. കേട്ടോ, ഹൈ ഫ്രീക്വൻസിയിൽ രണ്ട് ഗ്രാഫ് എന്ത് ചെയ്തിട്ട് പോകുന്നത്, ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ ലോ ഫ്രീക്വൻസിക്ക് എത്തുന്നത് രണ്ടും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആക്ച്വലി പ്ലാങ്ക്സിന്റെ ഗ്രാഫാണ് എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കറക്റ്റ് ഗ്രാഫായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. വീൻസിന്റെ ഗ്രാഫ് ഇറ്റ് ഓൺലി ഹോൾഡ്സ് ഇൻ എന്താ പറയുക, ഹൈ ഫ്രീക്വൻസിയിൽ മാത്രമാണ് എന്ത് ചെയ്യുക, വീൻസിന്റെ ഗ്രാഫ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ലോ ഫ്രീക്വൻസിയിൽ എന്തുണ്ട്, രണ്ടും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ആദ്യത്തെ അപ്രോച്ച്, അതായത് ഈ റേഡിയേഷൻസിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത ആൾ റെയിലെയാണ്. റെയിലെയും ജീൻസും ആണ് ആദ്യമായിട്ട് സ്റ്റഡി ചെയ്തിരുന്നത്. റെയിലെ ജീൻസ് ഫോർമുല ഉണ്ട്. ഓക്കെ, റെയിലെ ജീൻസ് ഫോർമുല നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക വെച്ചാൽ യു പ്രൈം ഓഫ് എക്സ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുക, എക്സ് സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് കിട്ടുക. ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, എക്സ് സ്ക്വയർ. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് കിട്ടുക, ആ ഗ്രാഫ് കിട്ടുക. ഈ ഗ്രീൻ ഗ്രാഫാണ് എന്ത് വരിക, റെയിലെ ജീൻസിന്റെ ഗ്രാഫ് വരിക. ഓക്കെ, ഈ ഗ്രീൻ ഗ്രാഫാണ് എന്ത് വരിക, റെയിലെ ജീൻസിന്റെ ഗ്രാഫ് വരിക. ഓക്കെ, സോ ഈ ബ്ലൂ ഗ്രാഫ് പ്ലാങ്ക്സിന്റെ ഗ്രാഫ്, നെഗറ്റീവ് നോക്കണ്ട. ബ്ലൂ ഗ്രാഫ് റെഡ് ഗ്രാഫ് പ്ലാങ്ക്സിന്റെ ഗ്രാഫ്, ബ്ലൂ ഗ്രാഫ് പറഞ്ഞാൽ വീൻസിന്റെ ഗ്രാഫ്, ഗ്രീൻ എന്ന് പറഞ്ഞത് എന്താണ്, റെയിലെ ജീൻസ് ഫോർമുലയാണ്. റെയിലെ ജീൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അത് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്, അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ പ്ലാങ്ക്സിന്റെയും അതേപോലെ തന്നെ വീൻസിന്റെയും ഫോർമുലാസ് എന്തായിരിക്കും, സെയിം ആയിട്ടാണ് വരുന്നത്, ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ലോ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ രണ്ടും തമ്മിൽ എന്ത് വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. ആൻഡ് അറ്റ് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസിയിൽ എന്ത് വരുന്നുണ്ട്, റെയിലെ ജീൻസിന്റെ ഫോർമുലയും അതേപോലെ തന്നെ പ്ലാങ്ക്സിന്റെ ഫോർമുലയും ഒക്കെ സെയിം ആണ്. ഓക്കെ, സോ എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസിയിൽ മാത്രമാണ് എന്ത് ചെയ്യണത്, ഈ റെയിലെ ജീൻസിന്റെ ഫോർമുല എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ആൻഡ് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസിയിൽ ഈ പ്ലാങ്ക്സിന്റെ
ഗ്രാഫും റെയിലിയുടെ ഗ്രാഫും സെയിം ആണ്. ഹൈ ഫ്രീക്വൻസിയിൽ പ്ലാങ്ക്സിന്റെ ഗ്രാഫും വീൻസിന്റെ ഗ്രാഫും സെയിം ആണ്. ഓക്കെ, ആ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്യണം. സോ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് at high frequency ഹൈ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കുക? ഹൈ ഫ്രീക്വൻസിയിൽ പ്ലാങ്കിന്റെ ഫോർമുലയും വീൻസിന്റെ ഫോർമുലയും സെയിം ആണ്. വീൻസിന്റെ ഫോർമുല സെയിം ആയിട്ടാണ് വരിക. അതിനായിട്ട് ലോ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയിൽ വരിക. ലോ ഫ്രീക്വൻസിയിൽ പ്ലാങ്കിന്റെ ഫോർമുലയും അതേപോലെ തന്നെ റെയ്ലേ ജീൻസിന്റെ ഫോർമുല എന്താണ്? സെയിം ആയിട്ടാണ് വരിക. ഓക്കെ, റെയ്ലേ ജീൻസിന്റെ ഫോർമുല എന്താണ്? സെയിം ആയിട്ട് വരിക. ഇതിൽ റെയ്ലേ ജീൻസ് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിലുണ്ട്. ആൻഡ് പ്ലാങ്കിന്റെ ഗ്രാഫാണ് നമുക്ക് എക്സ്പെരിമെന്റിൽ ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള ഗ്രാഫ്. ഓക്കെ, സോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റെയ്ലേ ജീൻസിന്റെ ഈ ഫോർമുല ഈ ഗ്രാഫിൽ പോകുന്നതാണ് അൾട്രാ വയലറ്റ് കാറ്റാസ്ട്രോഫിക്ക് വരിക. കാരണം ഇത് ലോ ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഈ സാധനം ഹോൾഡ് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസിയിൽ നമ്മളെ ബാക്കിയുള്ള ഗ്രാഫുകളൊക്കെ സീറോയിലേക്ക് പോകുമ്പോൾ ഈ റെയ്ലേ ജീൻസിന്റെ ഗ്രാഫ് എടുക്കാൻ പോകുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഗ്രാഫ് ഒരു തരത്തിലും ഹോൾഡ് ചെയ്യുന്നില്ല റെയ്ലേ ജീൻസിന്റെ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്രാ വയലറ്റ് കാറ്റാസ്ട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കാറ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയാനുള്ളത്? ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ പറയാനുള്ളത്. സോ നമ്മൾ രണ്ട് അപ്രോച്ച് വഴി നമ്മൾ എന്ത് ചെയ്തു? അതായത് ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിന്റെ അപ്രോച്ച് വഴി അതേപോലെ തന്നെ ബോസ് ഗ്യാസിന്റെ അപ്രോച്ച് വഴി നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോ നമ്മൾ റേഡിയേഷൻ ഫോർമുല, പ്ലാങ്ക്സിന്റെ റേഡിയേഷൻ ഫോർമുല നമ്മൾ ഒബ്റ്റൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇനി അതിന്റെ ജസ്റ്റ് കുറച്ച് തെർമോഡൈനാമിക്സും കൂടി ഡ്രൈവ് ചെയ്യാനുണ്ട്, ചെറിയൊരു സെക്ഷൻ കൂടിയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.